വനിതാ സംവരണ ഭേദഗതി ബില്ലിന്മേൽ വോട്ടെടുപ്പ് ലോക്സഭയിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക്. ഭരണഘടനാ ഭേദഗതിയായതിനാൽ 2/3 ഭൂരിപക്ഷം വേണമെന്നതാണ് സർക്കാരിന് മുന്നിലെ വെല്ലുവിളി. അതായത് ബില്ല് പാസാക്കാൻ 360 എംപിമാരുടെ പിന്തുണ ലഭിക്കണം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തു നിന്ന് കാര്യമായ പിന്തുണ ലഭിക്കാനിടയില്ല. 543 സീറ്റിൽ 1/3 സീറ്റ് സ്ത്രീകൾക്ക് നൽകുന്നതേ അംഗീകരിക്കൂവെന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ സ്ത്രീകളുടെ അവകാശം ഉറപ്പിക്കാൻ സർക്കാർ നോക്കുമ്പോൾ സാങ്കേതിക കാരണം പറഞ്ഞ് പ്രതിപക്ഷം തടയുന്നുവെന്നാണ് പ്രധാനമന്ത്രിയും ബിജെപിയും ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം. ഇന്നലെ 12.5 മണിക്കൂർ നീണ്ട ചർച്ച പുലർച്ചെ 1:20 അവസാനിച്ചത്. വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കടുത്ത പ്രതിഷേധ സ്വരം തന്നെയാണ് ഉയരുന്നത്. ഇന്നലെ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പടക്കം KC വേണുഗോപാൽ അടക്കമുള്ള എംപിമാർ ഇതിനെ എതിർത്തിരുന്നു. അതിനുശേഷം വോട്ടെടുപ്പിലൂടെയാണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നത്. പിന്നീട് മണിക്കൂറുകൾ നീണ്ട ചർച്ച. ആ ചർച്ചകൾക്കൊടുവിലാണ് ഇന്ന് ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് നടക്കുക. വൈകിട്ട് 4 മണിയായിരിക്കും വോട്ടെടുപ്പ് എന്തായാലും നടക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ആയതിനാൽ 2/3 ഭൂരിപക്ഷം വേണം എന്നത് സർക്കാർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി തന്നെയാണ്. അതിനാൽ തന്നെ പ്രതിപക്ഷത്തു നിന്നും പിന്തുണ ലഭിച്ചാൽ മാത്രമേ ഈ ബില്ല് പാസ്സാക്കാൻ സർക്കാരിന് സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രതിപക്ഷം എല്ലാം ഒറ്റക്കെട്ടായി തന്നെ ഇതിനെ എതിർക്കാമെന്നൊരു തീരുമാനത്തിലാണ് നിലവിലുള്ളത്. തൃണമൂൽ കോൺഗ്രസ് അടക്കം ബില്ലിനെതിരെയായിരുന്നു ഇന്നലെ അടക്കം സംസാരിച്ച സാഹചര്യം. എന്നാൽ ഈ പാർട്ടികളെയൊക്കെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്നതാണ് കേന്ദ്ര സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത് എത്രത്തോളം സാധ്യമാകും എന്നത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ബില്ല് പാസ്സാക്കാൻ 360 എംപിമാരുടെ പിന്തുണയാണ് സർക്കാരിന് വേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തു നിന്ന് പിന്തുണ ലഭിക്കാനിടയില്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കാം ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാകുക എന്നതിലാണ് ചോദ്യം നിലനിൽക്കുന്നത്. ലോക്സഭയിൽ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അത് നേരെ രാജ്യസഭയിൽ അവതരിപ്പിക്കും. പിന്നീടായിരിക്കും ബില്ലുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് അടക്കം സർക്കാർ കടക്കുക. ഈ 543 സീറ്റിൽ 1/3 സീറ്റ് സ്ത്രീകൾക്ക് നൽകുന്നതേ അംഗീകരിക്കൂ എന്ന നിലപാടിൽ ഇപ്പോഴും പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. മണ്ഡല പുനർക്രമീകരണം അടക്കം നടത്താൻ സമ്മതിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെ പ്രതിപക്ഷം നിൽക്കുമ്പോൾ എന്താണ് ഇനി അടുത്ത നീക്കത്തിലേക്ക് കാര്യങ്ങൾ കടക്കുക എന്നതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എന്തായാലും സ്ത്രീകളുടെ അവകാശം ഉറപ്പിക്കാൻ സർക്കാർ നോക്കുമ്പോൾ സാങ്കേതിക കാരണം പറഞ്ഞാണ് ഇത്തരത്തിൽ പ്രതിപക്ഷം തടയുന്നു എന്നൊരു ആരോപണം പ്രധാനമന്ത്രിയും BJPയും അടക്കം ഒരു വാദം ഉയർത്തുന്നുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന ഇലക്ഷനെ മുൻനിർത്തിയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയാണ് ഇത്ര ധൃതിപ്പെട്ട് ഈ ഒരു ബില്ല് പാസ്സാക്കാൻ ഒരു നീക്കം സർക്കാർ നടത്തുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്ന വിമർശനം. എന്തായാലും ഇന്നലെ അടക്കം 12.5 മണിക്കൂർ നീണ്ട ചർച്ചകളാണ് ഉണ്ടായിരുന്നത്. പുലർച്ചെ 1:20 വരെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. എന്തായാലും ഇന്നും ചർച്ച തുടരാൻ തന്നെയാണ് സാധ്യത. 4 മണിയോടെ ഈ ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് നടക്കും.